വാട്സ്ആപ്പ് എവരിബഡി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പിൻ്റെ എന്തായിരുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ ചെയ്ത രണ്ട് കാര്യങ്ങളായിരുന്നു. ഫ്ലിപ്പ് പഠിക്കാനായിട്ട് വീട്ടിൽ ചെയ്ത രണ്ട് കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് കിട്ടി. നമ്മുടെ സബ്സ്ക്രൈബറാണ് അഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്തു. എനിക്ക് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ബാക്ക് ഫ്ലിപ്പും ഫ്രണ്ട് ഫ്ലിപ്പും ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഡ്രിൽസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തു, എന്നിട്ടും ഞാൻ മെൻ്റലി കോൺഫിഡൻ്റ് ആവുന്നില്ല എന്നാണ് അവൻ പറഞ്ഞ മെസ്സേജ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവന് വോയിസ് മെസ്സേജ് അയച്ചു, അവന് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ വീഡിയോ അത് ആയിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ മെൻ്റലി കോൺഫിഡൻ്റ് അല്ലാത്തത്, എന്തുകൊണ്ടാണ് ഈ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര പേടി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പേടിക്കാനുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എല്ലാവരും എൻ്റെ നമ്പറൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തോ എൻ്റെ നമ്പർ കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ തരുന്നുണ്ട്, നിങ്ങൾക്ക് എത്താത്തത് കൊണ്ടാണോ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്, എന്തോ നിങ്ങൾക്ക് എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് റോൾ. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പിൻ്റെ പേടി മാറ്റാനുള്ള ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാമപ്പാണ്. വാമപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. കാരണം നമ്മൾ ഏത് മൂവ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബോഡി നന്നായിട്ട് വാമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാമപ്പിൻ്റെ അർത്ഥം പോലും ചിലർ അറിയാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. വാമപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മൂവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ റെഡിയാക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് വാമപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്ക് ഫ്ലിപ്പ് ആണെങ്കിലും ഫ്രണ്ട് ഫ്ലിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് വാമപ്പ് ചെയ്താൽ നമ്മുടെ ബോഡി പാർട്സൊക്കെ നല്ലപോലെ ആക്റ്റീവായിട്ടിരിക്കും. ആ ആക്റ്റീവ് ആവുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒന്നും നമ്മുടെ ശരീരത്തിന് ഏൽക്കാതെയും നമ്മുടെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ സഹായിക്കുകയും നമ്മൾ മെൻ്റലി കോൺഫിഡൻ്റ് ആക്കാൻ ഒരുപാട് സഹായിക്കുന്നതും ഒരു ഘടകമാണ് വാമപ്പ് എന്ന് പറയുന്നത്. പലരും ഇത് 1-2 ജമ്പൊക്കെ ചെയ്ത് ഒരു 5 മിനിറ്റ് റണ്ണിങ് ചെയ്ത് ഞാൻ വാമപ്പായി എന്നുള്ള സ്വയബോധത്തോടെയാണ് നമ്മൾ വലിയ വലിയ മൂവ്മെൻറ്റിലേക്ക് ചെയ്യുക. നമ്മൾ വാമപ്പ് ചെയ്യാതെ വലിയ വലിയ മൂവ്സിലേക്ക് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഞ്ചുറീസ് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഞ്ചുറീസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഞ്ചുറി പറ്റുന്നത് കൂടുകയും നിങ്ങൾ മെൻ്റലി കോൺഫിഡൻറ്റ് താവുകയുമാണ് ചെയ്യുക. സോ നിങ്ങൾ നല്ലപോലെ വാമപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വലിയ വലിയ മൂവ്സിലേക്കൊക്കെ കടക്കാൻ തീരുമാനിക്കുന്നത് തന്നെ. സോ വാമപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ലേൺ പ്രോപ്പർ മെത്തേഡ്, അതായത് നമ്മുടെ ശരിയായ രീതിയിൽ നമ്മൾ ഫ്ലിപ്പ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഹാർഡ് വർക്ക് പ്ലസ് റോങ് വേ ഈസ് ഈക്വൽ ടു ഫെയിൽ എന്നാണ്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, റോങ് വേയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിൽ ചെന്നേ അവസാനിക്കുള്ളൂ. അതേപോലെ തന്നെ ഹാർഡ് വർക്ക് പ്ലസ് റൈറ്റ് വേ ഈസ് ഈക്വൽ ടു സക്സസ്ഫുൾ. അത് ഫ്ലിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റോങ് വേ പോയി കഴിഞ്ഞാൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ സക്സസ്ഫുൾ ആവില്ല. അതേപോലെ തന്നെയാണ് ഫ്ലിപ്പിന് നിങ്ങൾ ഏത് ഫ്ലിപ്പാണോ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഫ്ലിപ്പിൻ്റെതായിട്ടുള്ള ഡ്രിൽസും കാര്യങ്ങളും ആ ഫ്ലിപ്പിൻ്റെതായിട്ടുള്ള ഓരോ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും നിങ്ങളെ മെൻ്റലി കോൺഫിഡൻറ്റ് വളർത്തുവാനും സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഫസ്റ്റ്, അതായിരിക്കണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും തോന്നേണ്ട കാര്യം. നമ്മൾ സേഫ്റ്റി അക്വയർ ചെയ്തിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇഞ്ചുറീസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവുകയും നിങ്ങൾക്ക് ഫ്ലിപ്പ് പഠിക്കാനുള്ളൊരു നിങ്ങളുടെ ഫ്ലിപ്പ് പഠിക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രിൽസ് പ്രാക്ടീസിങ്. അതായത് ഞാൻ ഫ്ലിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് ഫ്ലിപ്പാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഡ്രിൽസ് ഞാൻ അതിനകത്ത് വീഡിയോയിൽ ഷോ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1-2 ആൾക്കാരെ ശ്രദ്ധിച്ച സമയത്ത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഡ്രിൽസ് 1-2-3 തവണ പോയിട്ട് ചെയ്തിട്ട് നേരെ പോയിട്ട് ഫ്ലിപ്പിലേക്ക് കിടക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ ഡ്രിൽസ് പറയുന്ന സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലിപ്പിൻ്റെ സ്പീഡും ലാൻഡിങ്ങും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഡ്രിൽസിൻ്റെ കറപ്ഷന് വേണ്ടിയിട്ടല്ല, ആ ഫ്ലിപ്പിൻ്റെ കറപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രിൽസ് ചെയ്യുന്ന സമയത്ത് പലരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ. ഇപ്പോൾ ഫ്രണ്ട് ഫ്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റോളാണ് ഡ്രില്ല്. അപ്പോൾ ഫ്രണ്ട് റോൾ ചെയ്യാന്നുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, തലകുത്തി മറിയാന്നുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ തലകുത്തി മറിയുന്നതിലും ചില
മൈന്യൂട്ട് ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് വരെ നിങ്ങൾക്ക് ഫ്ലിപ്പിൻ്റെ ലാൻഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിച്ച് ഡ്രിൽസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഫ്ലിപ്പിൽ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തെന്നിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഡ്രിൽസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ 10, 20, 30, 40 എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ഫ്ലിപ്പിൻ്റെ ലാൻഡിങ്ങും സ്പീഡും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്പോട്ടർ വിശ്വസിക്കുക. അതായത് ഇപ്പോൾ ഏത് ഫ്ലിപ്പിൻ്റെ ആണെങ്കിലും ചില ഫ്ലിപ്പ് പഠിക്കാനായിട്ട് നമ്മൾക്ക് സഹായിക്കാൻ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ബാക്ക് ഫ്ലിപ്പ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സഹായിക്കാൻ ആളെ കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ വരുന്ന ആൾ, അതായത് നമ്മളെ സഹായിക്കാൻ വരുന്ന ആളെ നമ്മൾ വിശ്വസിക്കുക. അതായത് അവരെ നമ്മളെ താഴെ വീഴ്ത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് പഠിക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ബാക്ക് ഫ്ലിപ്പ് ചെയ്യാനായിട്ടാണ് എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചൊരു സബ്സ്ക്രൈബർ ബാക്ക് ഫ്ലിപ്പ് ചെയ്യാനായിട്ടാണ് പേടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിക്കാൻ, അതായത് നമ്മളെ താങ്ങാൻ കെൽപ്പുള്ള ഒരാൾ നമുക്ക് സ്പോട്ടറായിട്ട് വെക്കാം. എന്നിട്ട് ആ സ്പോട്ടർ വിശ്വസിക്കുക. ആ സ്പോട്ടർ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ പേടിയും മാറും. അപ്പോൾ സ്പോട്ടർ വിശ്വസിക്കുക, എന്നിട്ട് നമ്മൾ ഫ്ലിപ്പിലേക്ക് കിടക്കാം. ഓക്കെ. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ പനി, ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് മസിൽ പെയിൻസോ അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസിൽസിന് പെയിൻ വരും. അങ്ങനെയുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി എന്തെങ്കിലും വിഷമങ്ങളുള്ള സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സമയത്ത് പോയിട്ട് നിങ്ങൾ ഫ്ലിപ്പ് പഠിക്കാതിരിക്കുക. അങ്ങനത്തെ സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനല്ല, ഫ്ലിപ്പ് പഠിക്കാതിരിക്കുക. അത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് പരിശീലിക്കാതിരിക്കുക. നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും നിങ്ങൾ ഓക്കെ ആണെന്നുണ്ട്, നിങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്ന സ്ഥലം സേഫ് ആണെന്നുണ്ട്, നിങ്ങൾ സേഫ്റ്റി അക്വയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫ്ലിപ്പിലോട്ട് കിടക്കാം. ഒരു കുഴപ്പമില്ല. നമുക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും അവിടെ ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങളൊരു നെഗറ്റീവ് എനർജിയിലാണ് പോയി ചെയ്യുന്നതെങ്കിൽ നോ റിസൾട്ട്. നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ മാത്രം പോയി ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഈ വീഡിയോനകത്ത് ഇന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അവനിങ്ങനെ അഖിൽ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ ഇങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഫ്ലിപ്പിൻ്റെ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേൺ പ്രോപ്പർ മെത്തേഡ്, വാം അപ്പ്, ഡ്രിൽസ് പ്രാക്ടീസിങ്, സ്പോട്ടർ വിശ്വസിക്കുക, ആൻഡ് മെൻ്റലി ഫിസിക്കലി നിങ്ങൾ കോൺഫിഡൻ്റ് ആയാൽ മാത്രം പോയി ചെയ്യാം. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.